ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതത്തിൻ്റെ 199ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിന്ന് ആയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ 10 കൽപ്പനകളെ കുറിച്ചുള്ള 10 കൽപ്പനകളുടെ വേദശാസ്ത്രവും നീതിശാസ്ത്രവും എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കി ഓരോ കൽപ്പനകളെക്കുറിച്ചും വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 2ാമത്തെ കൽപ്പനയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. 2ാമത്തെ കൽപ്പന നമുക്കറിയാം, വിഗ്രഹം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതിനെ ആരാധിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് 2ാമത്തെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സമയം ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മൾ വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ വരാറുള്ളത് ഈ ഒക്കെ ആരാധിക്കുന്ന അവരുടെയൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പൊതുവെ വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. എന്നാൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ വിഗ്രഹം എന്ന് പറയുമ്പോൾ അത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാനായിട്ടുള്ള സമയമുണ്ട്. ഇന്ന് തോമസ് പാലത്ര സഹോദരനാണ്, ജോസൂട്ടി സഹോദരനാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. കർത്താവിന്റെ നാമത്തിന് മഹത്വം. ഈ ജീവനും ജീവിതവും പഠന പരമ്പരയില് ദൈവവചനം പഠിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ കേട്ടതുപോലെ 10 പ്രമാണങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുവാനായിട്ടുള്ളൊരു അവസരമാണല്ലോ ഇത്. ഇങ്ങനെ അവസരം ദൈവം നൽകുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 10 പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള ആമുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള ക്ലാസ്സില്, ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. നമുക്ക് യഹൂദ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും അതുപോലെ തന്നെ നീതി ന്യായ വ്യവസ്ഥയുടെയും ഒക്കെ അടിസ്ഥാന പ്രമാണങ്ങളാണ് 10 പ്രമാണങ്ങൾ എന്ന് 10 പ്രമാണങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന പ്രമാണങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവവിശ്വാസം, ആരാധന, ദൈവനാമത്തോടുള്ള ആദരവ്, അതുപോലെ സമയം, അധികാരം, ജീവൻ, വിശുദ്ധി, സ്വത്ത്, സംസാരം, സംതൃപ്തി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഈ 10 പ്രമാണങ്ങളിൽ ദൈവം കൽപ്പനകളായിട്ട് നൽകിയിട്ടുള്ളത്. 2ാമത്തെ പ്രമാണമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. 2ാം കൽപ്പനയുടെ അതിൻ്റെ വേദശാസ്ത്രവും നീതിശാസ്ത്രവും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യവും ഒക്കെ വളരെ ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയമാണല്ലോ ഇത്. അതിനായിട്ട് നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മളതിനെ സഹായിക്കട്ടെ. ഈ 2ാമത്തെ പ്രമാണം, അത് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് വായിക്കട്ടെ. ഈ പ്രമാണം വിശദമായിട്ടൊന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യമേ ഈ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇതാണ് 2ാമത്തെ കൽപ്പന. പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തില് മാത്രമല്ല, ആവർത്തന പുസ്തകത്തില് മോശ ദൈവം കൽപ്പിച്ചതായിട്ടുള്ള നിയമങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്ന സമയത്തും ഈ 10 പ്രമാണങ്ങൾ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 5ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ഈ പ്രമാണം ഇതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഈ പ്രമാണത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് മുഖ്യമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്ന കാര്യങ്ങളെ ഞാനൊരു ചെറിയൊരു ഔട്ട്ലൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമേ ഇതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2ാമത് ഈ പ്രമാണത്തിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ ഇതിന്റെ പ്രാധാന്യത്തെയും ഇതിന്റെ വ്യാപ്തിയെയും ഒക്കെ സംബന്ധിച്ച ചില കാര്യങ്ങൾ. പിന്നീട് എന്താണ് യഥാർത്ഥത്തിലുള്ള ദൈവപ്രതിമ എന്നതിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്.
കൽപ്പനയെക്കുറിച്ച് നമ്മൾ അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ടാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അങ്ങനെയാണ്. യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അത് വിഗ്രഹമോ പ്രതിമയോ ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഇനിയിപ്പം വിഗ്രഹം ഉണ്ടാക്കിയില്ല, വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അവയെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുവാനായിട്ട് അല്ലെങ്കിൽ സേവിക്കുവാനായിട്ട് അനുവാദമില്ല. വളരെ കർക്കശമായിട്ടുള്ള ഒരു കൽപ്പനയാണ് ഇത്. വളരെ വലിയൊരു കൽപ്പനയുമാണ്. ഈ 10 പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ ഈ രണ്ടാമത്തെ കൽപ്പനയും അതുപോലെ തന്നെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാനായിട്ട് പറയുന്ന കൽപ്പനയുമാണ് ഏറ്റവും വലിയ 2 കൽപ്പനകൾ. അപ്പൊ ദൈവം ഈ കൽപ്പനയിലൂടെ എന്തൊക്കെയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഉണ്ടാക്കരുത് എന്നാണല്ലോ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ? അപ്പൊ വിഗ്രഹത്തെ കുറിച്ച് എങ്ങനെ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തെ പ്രതിനിധീകരിക്കുവാനായി അല്ലെങ്കിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനായി മനുഷ്യൻ ഉണ്ടാക്കുന്ന എന്തൊരു വസ്തു അതൊരു വിഗ്രഹമാണ്. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുവാനായിട്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന ബിംബമാകാം, അതൊരു പ്രതിമയാകാം, ചിത്രമാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപമോ സാദൃശ്യമോ ആകാം. അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവം വളരെ വിശദമായിട്ട് തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. മീതെ സ്വർഗത്തിലെങ്കിലും, അതായത് സ്വർഗത്തിലുള്ള യാതൊന്നിന്റെയും, ദൈവത്തിന്റെ ആകട്ടെ ദൂതന്മാരുടെ ആകട്ടെ അങ്ങനെയുള്ള യാതൊന്നിന്റെയും പാടില്ല. താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് താഴെ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും വരുത് എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയോ രൂപമോ ഉണ്ടാക്കരുത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ചിത്രകലയെ കുറിച്ചൊന്നും അല്ല ദൈവം പറയുന്നത്. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനായി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള വിഗ്രഹമോ സ്വരൂപമോ ഉണ്ടാക്കുവാനായിട്ട് ദൈവം അനുവാദം നൽകിയിട്ടില്ല. അപ്പൊ എന്താണ് ഒരു വിഗ്രഹം എന്ന് ചോദിച്ചാൽ, വിഗ്രഹം ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചാൽ അത് മരം കൊണ്ടാകാം, ലോഹം കൊണ്ടാകാം, കല്ലുകൊണ്ടാകാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടാകാം. അതൊരു പ്രതിമയായിരിക്കാം, ഒരു ചിത്രമായിരിക്കാം, വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കാം. അതിനെക്കുറിച്ച് പറയുന്നത് അത് ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാണ്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ ആണല്ലോ അത് വിഗ്രഹമായി മാറുന്നത്. ദൈവത്തെ തെറ്റായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു വസ്തുവാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. ആൻ ഐഡൽ ഈസ് എ മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്. അതാണ്, ദൈവത്തെ മിസ്റെപ്രസെന്റ് ചെയ്യാൻ. ദൈവത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അക്ഷയനാണ്, അദൃശ്യനാണ്, അല്ലെ? അക്ഷയനായ അദൃശ്യനായ ആത്മാവായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിമ എങ്ങനെയാണ് നിർമ്മിക്കുവാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ ആരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവര് അതിന്റെ ഫലമായിട്ട് അവര് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ വികലമായിട്ടുള്ള എന്തെങ്കിലും ചിത്രമായിരിക്കും, അല്ലെങ്കിൽ വികലമായിട്ടുള്ള അവതരണമായിരിക്കും. ദൈവത്തെ ആർക്കും ചിത്രീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിമയുടെ വിഗ്രഹത്തിന്റെ രീതിയിൽ അതിന്റെ ഒരു ദൈവത്തിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ വായിക്കുന്നത്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവനെന്നാണ്. അപ്പൊ മനുഷ്യരാരും ദൈവത്തെ കണ്ടിട്ടില്ല, മനുഷ്യർക്കാർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. തേജോമയനായ ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് വാഴുന്നവനായിട്ടുള്ള ദൈവം എത്ര ഉന്നതനാണ്, എത്ര തേജോമയനാണ്, എത്ര മഹത്വവാനായിട്ടുള്ള ദൈവമാണ്. ഈ ദൈവത്തെ ഏതെങ്കിലും ഒരു വസ്തുവിലൂടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം കർശനമായിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും സംരംഭങ്ങളെ വിലക്കിയിരിക്കുകയാണ്. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹവും. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത് എന്നാണ്. അപ്പം ദൈവം നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല.
അല്ലെങ്കിൽ ദൈവത്തെ മനുഷ്യന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അതാണ് ദൈവം പറയുന്നത്. അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ലോക മതങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് അതാണ്. ലോകത്തിലെ മതങ്ങളൊക്കെ എന്താണ് ചെയ്തത്? അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ച്, ഭാവനയനുസരിച്ച് ദൈവത്തിന്റെ ബിംബങ്ങൾ ഉണ്ടാക്കുവാനായിട്ടും ദൈവത്തെ അവതരിപ്പിക്കുവാനുമായിട്ടുള്ള ശ്രമങ്ങളാണ് ലോക മതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തെ അവതരിപ്പിക്കുവാനായിട്ടുള്ള തെറ്റായ മാനുഷിക പരിശ്രമങ്ങളാണ് മതങ്ങൾ. നമ്മൾക്കറിയാലോ, വളരെ പ്രസിദ്ധമായിട്ടുള്ള വയലാറിന്റെ വരികൾ ഉണ്ടല്ലോ: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു എന്ന വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഭാവനയിൽ ഉണ്ടായ രൂപങ്ങൾ അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങൾ, ആ ദൈവസങ്കല്പങ്ങളൊക്കെ വളരെ വികലമായിട്ടുള്ള സങ്കല്പങ്ങളാണ്, വിചിത്രമായിട്ടുള്ള സങ്കല്പങ്ങളാണ്, അല്ലെ? വളരെ വികൃതമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. അവയൊന്നും ദൈവമായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ യാതൊരു വിധത്തിലുള്ള പ്രതിമ ഉണ്ടാകരുത്. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനായി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് യാതൊന്നിന്റെയും പ്രതിമയോ വിഗ്രഹമോ ഉണ്ടാക്കുവാനായിട്ട് പാടില്ല എന്നാണ്. അപ്പോ മതങ്ങൾ നിർമ്മിച്ച ദൈവങ്ങളൊക്കെ എത്ര ബലഹീനരായിട്ടുള്ള ദൈവങ്ങളാണ്, അല്ലെ? എത്ര ബലഹീനരായിട്ടുള്ള മനുഷ്യന് വാസ്തവത്തില് ഇത്രമാത്രം വികലമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കുമ്പോൾ വിഗ്രഹാരാധനയുടെ ഒക്കെ ഭോഷത്വത്തെ സംബന്ധിച്ച ദൈവജനത്തിലെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ജാതികളുടെ ദേവന്മാരെ കുറിച്ച് അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, അവ ജീവനില്ലാത്തവയാണ്. അതുപോലെ യെശയ്യാ പ്രവാചകനൊക്കെ പറയുന്നുണ്ട്, എത്ര ഭോഷത്വമാണ്. മനുഷ്യൻ പോയിട്ട് കാട്ടിൽ പോയിട്ട് ഒരു മരം വെട്ടിക്കൊണ്ട് വന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ നമിക്കുകയും സേവിക്കുകയൊക്കെ ചെയ്യുന്നത് ഭോഷത്വമായിട്ടുള്ള കാര്യമാണ്. ചങ്ങമ്പുഴയുടെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മതങ്ങൾ സൃഷ്ടിച്ച ദൈവങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പരിഹാസ രൂപേണ പറയുന്നുണ്ട്: കഷ്ടം മതങ്ങളെ, നിങ്ങൾ തൻ ദൈവം നട്ടല്ലില്ലാത്ത നപുംസകങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നട്ടല്ലില്ലാത്ത നപുംസകങ്ങളാണ് മതങ്ങളുടെ ദൈവങ്ങൾ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരുപക്ഷെ മനുഷ്യരിങ്ങനെ നിരീശ്വര ചിന്തയിലേക്കൊക്കെ പോകാനായിട്ട് ഒരു കാരണം ലോക മതങ്ങളാണ്. കാരണം ദൈവത്തെ വളരെ വികലമായ രീതിയിൽ ചിത്രീകരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചിന്തിക്കുന്നവരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് ഇതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇങ്ങനെ മണ്ണിലും കല്ലിലും മരത്തിലും ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരു ദൈവമാണ്, ജീവനില്ലാത്ത ഒരു ബിംബമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിന്തിക്കുന്ന മനുഷ്യന് അതിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് അവര് വേറെ ഒരു എക്സ്ട്രീമിലേക്ക് അങ്ങ് പോവുകയാണ്, ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു എക്സ്ട്രീമിലേക്ക്. സത്യദൈവത്തെ അവർ തിരിച്ചറിഞ്ഞില്ല, കണ്ടുമില്ല. അവർ കണ്ടിട്ടുള്ള ദൈവങ്ങളൊക്കെ വളരെ വികലങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളാണ്. അതിനെതിരായിട്ട് അവര് ദൈവ നിഷേധത്തിലേക്ക് തന്നെ പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അക്ഷയനായ ദൈവം, അദൃശ്യനായ ദൈവം, ആത്മാവായിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ മനുഷ്യന് വിഗ്രഹങ്ങളിലൂടെ ഒന്നും അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് വളരെ വികലമായി പോകും. അതുകൊണ്ട് ദൈവം അതിനെ കർശനമായിട്ട് വിലക്കിയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തെ തെറ്റായി അവതരിപ്പിക്കുക, അതാണ് വിലക്കിയിരിക്കണം. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല, വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതിന് മറ്റൊരു വശമുണ്ട്. രണ്ടാമത്തെ കൽപ്പന വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല, അതിനെ സേവിക്കരുത്, നമസ്കരിക്കരുത്, സേവിക്കരുത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ആരാധനയെയും ദൈവം അവിടെ കർശനമായിട്ട് വിലക്കിയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യന് തോന്നുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അവന്റെ സങ്കല്പം അനുസരിച്ച്, ഭാവന അനുസരിച്ചൊന്നും ആരാധിക്കാനായിട്ട് സാധിക്കില്ല. തെറ്റായ രീതിയിലുള്ള ആരാധന അതും ദൈവം വിലക്കിയിരിക്കുകയാണ്. അതായത് ഒന്നാമത്തെ കൽപ്പന ആരംഭിക്കുന്നത് ആരാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഒന്നാമത്തെ കൽപ്പനയിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നാണ്. അതായത് മനുഷ്യന്റെ ആരാധന അർഹിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു ദൈവം, ഏക സത്യദൈവം. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചവനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള ദൈവം, ആ ദൈവമാണ്. അവരോട് പറഞ്ഞപ്പം പറഞ്ഞു, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പേരൊക്കെ പറഞ്ഞിട്ടാണ്, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, വേറെ ഒരു ദൈവമില്ല. മനുഷ്യന്റെ ആരാധന അർഹിക്കുന്ന, ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള ഒരു ദൈവമേ ഉള്ളൂ, സൃഷ്ടാവായ, വീണ്ടെടുപ്പുകാരനായ, സർവശക്തനായ, സർവാധികാരിയായിട്ടുള്ള ദൈവം.
അതാണ് ഒന്നാമത്തെ കൽപ്പന പറയുന്നത്. രണ്ടാമത്തെ കൽപ്പന പറയുന്നത് ഈ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ശരിയായ രീതിയിൽ വേണം ആരാധിക്കുവാനായിട്ട്. ഏതെങ്കിലും രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒന്നാമത്തെ കൽപ്പന ഇങ്ങനെ നമുക്ക് പറയാം, ആരാണ് ദൈവം, ഹു ഈസ് ദ ട്രൂ ഗോഡ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ രണ്ടാമത്തെ കൽപ്പന എന്നാന്ന് ചോദിച്ചാല് ഹൗ ടു വർഷിപ്പ് ദിസ് ട്രൂ ഗോഡ്. യഥാർത്ഥ ദൈവത്തെ, സത്യദൈവത്തെ കണ്ടെത്തിയ ആളുകൾ തന്നെയാണെങ്കിലും അവരെങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? എങ്ങനെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കുവാനായിട്ട് സാധിക്കില്ല. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച്, ദൈവവചനം അനുസരിച്ച് അല്ലെങ്കിൽ സത്യമായ രീതിയിൽ വേണം ദൈവത്തെ ആരാധിക്കുവാനായിട്ട്. വിഗ്രഹങ്ങളിലൂടെയോ പ്രതിമകളിലൂടെയോ അല്ലെങ്കിൽ ജാതികളുടെ രീതികളെ അനുകരിച്ചുകൊണ്ടോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലൂടെയോ ഒന്നും അല്ല ദൈവാരാധന നടത്തേണ്ടത്. ദൈവം വെളിപ്പെടുത്തിയതുപോലെയാണ്. അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, രണ്ടാമത്തെ കൽപ്പന എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, രണ്ടാമത്തെ കൽപ്പന ഇറ്റ് ഈസ് പ്രൊട്ടക്ടിങ് ദ പ്യൂരിറ്റി ഓഫ് വർഷിപ്പ്. ആരാധനയുടെ വിശുദ്ധി അല്ലെങ്കിൽ അതിന്റെ നിർമ്മലത സംരക്ഷിക്കപ്പെടാനായിട്ട് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ആരാധനയുടെ വിശുദ്ധിയും നിർമ്മലതയും സംരക്ഷിക്കപ്പെടുവാനായിട്ടാണ് ദൈവം രണ്ടാമത്തെ കൽപ്പന നൽകിയിരിക്കുന്നത്. വിഗ്രഹങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബിംബങ്ങളും ഒക്കെ ആരാധനയുടെ സംശുദ്ധിയെ ഹനിക്കുന്നതായിട്ടുള്ള, തകർക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ രീതിയിലൊന്നും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അനുവാദം ഇല്ല. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തില് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവരെ അങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ വന്ന് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി 10 പ്രമാണങ്ങൾ സ്വീകരിക്കുവാനായിട്ട് പർവ്വതത്തിലേക്ക് കയറിപ്പോയ സമയത്ത് മോശ വരാനായിട്ട് താമസപ്പെടുത്തേനും ജനങ്ങളെല്ലാം പുറകുറുകയും മോശയ്ക്ക് എന്ത് പറ്റി, എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് അഹ്റോൻ അവരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വർണം എല്ലാം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ആ സ്വർണം എല്ലാം തീയിലിട്ട് ഉരുക്കി ഒരു കാളക്കുട്ടിയെ അവർ വാർത്ത് ഉണ്ടാക്കി. എന്നിട്ട് ഈ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. അവര് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന സമയത്ത് രസകരമായിട്ടുള്ള കാര്യം, ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്നു എന്നല്ല അവര് പറഞ്ഞത്. അവര് പറയുന്നതായിട്ടുള്ള കാര്യം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളില് അത് ഉണ്ട്. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി, അതായത് അവർ കൊണ്ടുവന്ന സ്വർണം, ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. അപ്പൊ അവര് പറയുന്നത്, മിസ്രയീമിൽ നിന്ന് നമ്മളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവമുണ്ടല്ലോ, യഹോവയായ ദൈവമുണ്ടല്ലോ, ആ ദൈവം തന്നെയാണ് ഇതെന്നാണ്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഈ കാളക്കുട്ടി ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന അവരുടെ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് പറയാണ്, അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും കഴിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അപ്പോ അവര് ചെയ്തത്, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്നവരോട് അവര് പറഞ്ഞു, ഞങ്ങൾ യഹോവയാണ് ആരാധിക്കുന്നത്, യഹോവയ്ക്ക് ഒരു ഉത്സവം എന്നാണ് പറഞ്ഞത്, ഇത് നിന്നെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു കൊണ്ടുവന്ന നിന്റെ ദൈവം എന്നാണ് പറഞ്ഞത്. അവര് പറഞ്ഞാൽ വേറെ അന്യദൈവങ്ങളെ ഒന്നും ഞങ്ങൾ ആരാധിച്ചില്ല, ദൈവത്തെ തന്നെയാണ് ആരാധിക്കാനായിട്ട് ഒരുങ്ങിയത് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ദൈവത്തിന് അത് സ്വീകാര്യമായില്ല എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുകയാണ് ചെയ്തത്. അപ്പൊ സത്യ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എങ്കിൽ പോലും ശരിയായ രീതിയിൽ വേണം ആരാധിക്കാനായിട്ട്. മനുഷ്യന് മനുഷ്യൻ്റെതായ രീതിയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് അനുവാദമില്ല. അവര് മിസ്രൈമിലൊക്കെ കണ്ടുപരിശീലിച്ചായിരിക്കും. മിസ്രൈമിലൊക്കെ ഇങ്ങനെ ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്ന മിസ്രൈമിലും കനാനിയരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം കാളക്കുട്ടിയെ ഉണ്ടാക്കി, വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവരതിനെ അങ്ങോട്ട് സമന്വയിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ നടന്നത് എന്നാന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അതൊരു റിലീജിയസ് സിൻക്രറ്റിസം. സിൻക്രറ്റിസം എന്ന് പറഞ്ഞാല് ജാതികളുടെ ആരാധനാ രീതികളെ ശരിയായ സത്യദൈവത്തിന്റെ ആരാധനാ രീതികളുമായിട്ട് മിക്സ് ചെയ്തിട്ട് സമന്വയിപ്പിച്ചിട്ട് ഒരു പുതിയ അവതരണം കൊണ്ടുവരിക. അതാണ് സിൻക്രറ്റിസം എന്ന് പറയുന്നത്. അത് വലിയൊരു അപകടമാണ്. എല്ലാ കാലഘട്ടത്തിലും പിശാച് സത്യത്തെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ വഷളാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണെന്നാണ് പറയുന്നത്. എന്താ ഈ സിൻക്രറ്റിസം എന്ന് പറയുന്നത്? ഇന്നും നമുക്ക് സംഭവിക്കാം. ജാതികളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളോ അതൊക്കെ നല്ല കാര്യമാണല്ലോ, അതിനിപ്പോ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ എടുക്കുകയും അത് സത്യവുമായിട്ട് മിക്സ് ചെയ്ത് സമന്വയിപ്പിച്ച് പുതിയ രീതിയിൽ വേർഷൻസ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാം. ആ രീതിയിലുള്ള ആരാധനകളൊക്കെ വരാം. അത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ദൈവം, നമുക്കറിയാം എത്രമാത്രം ദൈവത്തിന് അത് അനിഷ്ടമായി എന്നും. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ കൽപ്പനകളെ എറിഞ്ഞുടച്ച് കളയുകയും ഒക്കെ ചെയ്തു. പിന്നീട് മോശ ചെയ്തതായിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം.
അതിനെ നിസ്സാരമായിട്ടൊന്നും അല്ല ദൈവം കണ്ടത്, നിസ്സാരമായിട്ടല്ല. അല്ല, എന്തൊക്കെയാണെങ്കിലും ഇപ്പം ദൈവത്തെയാണല്ലോ അവർ ആരാധിച്ചത്. കാളക്കുട്ടി എന്തിരിക്കുന്നു എന്നൊന്നും അല്ല ദൈവം പറഞ്ഞത്. ദൈവം അതിനെ വളരെ കർശനമായിട്ട് തന്നെ ഡീൽ ചെയ്തു. ദൈവത്തിന്റെ ദാസനായ മോശയും അതിനോട് പ്രതികരിച്ചത് അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ആരാധന ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാകണം. മനുഷ്യന് ഇഷ്ടം പോലെ ആരാധിക്കുവാനായിട്ട് സാധിക്കില്ല. ഇവിടെ അവരുടെ ആരാധന അവസാനിച്ചത് അധാർമികതയിലാണ്. അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി, വാർത്തുണ്ടാക്കിയിട്ട് കാളക്കുട്ടിയെ അവര് ഉത്സവമൊക്കെ ആചരിച്ച് അവര് ആരാധിച്ചു. നമ്മൾ വായിക്കുന്നത് ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ അധാർമികമായിട്ടുള്ള അസാന്മാർഗതയിലേക്ക് അവർ പോവുകയാണ്. അതിപ്പോഴും അങ്ങനെയാണ്. വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നത്, മിക്കവാറും അതിനെക്കുറിച്ച് ഉള്ള കമന്റേറ്റേഴ്സും പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത്, വിഗ്രഹാരാധനയോട് ചേർന്ന് എപ്പോഴും പോകുന്ന ഒരു കാര്യമാണ് ദുർനടപ്പ് എന്ന് പറയുന്നത്. എവിടെ വിഗ്രഹാരാധന ഉണ്ടോ അവിടെ ധാർമ്മികമായിട്ടുള്ള അധപ്പതനം ഉണ്ടാകും, അല്ലെങ്കിൽ ലൈംഗിക അരാജകത്വം ഉണ്ടാകുന്നതാണ്. ഈ വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങളായിട്ടുള്ള വലിയ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന അവിടെയൊക്കെ അതാണ്. ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് നടന്നിട്ടുണ്ട്. അത് വിഗ്രഹാരാധനയും ദുർനടപ്പും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. കാരണം ദൈവത്തെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തോട് സമാനമാക്കിയിട്ട് ദൈവത്തിന്റെ മഹത്വം എന്തെങ്കിലും ഒരു ജീവനില്ലാത്ത ഒരു പൊട്ടവസ്തുവിന് കൈമാറിയിട്ട് അവര് പോയി കഴിഞ്ഞാൽ അത് അധപ്പതനം അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നാണ് ഈ കൽപ്പന രണ്ടാമതായിട്ട് പറയുന്നത്. ഒന്ന്, ദൈവത്തെ മിസ്റെപ്രസെന്റ് ചെയ്യാനായിട്ട് പാടില്ല, ദൈവത്തെ തെറ്റായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് പാടില്ല. രണ്ടാമത്, ദൈവത്തെ തെറ്റായ രീതിയിൽ ആരാധിക്കുവാനും പാടില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ്. അങ്ങനെയുള്ള ആരാധനക്കാരെയാണ് ദൈവം അന്വേഷിക്കുന്നത്, പിതാവ് അന്വേഷിക്കുന്നത് എന്നും കർത്താവ് പറഞ്ഞു. സത്യത്തിലും ആത്മാവിലുമാണ്. ദൈവം ആത്മാവാണ്. ദൈവത്തിന് ഭൗതികമായിട്ടുള്ള ഒരു ശരീരമില്ല. അതുകൊണ്ട് ദൈവത്തെ ഏതെങ്കിലും ഭൗതിക വസ്തുക്കൾ കൊണ്ട് അങ്ങനെ പ്രതികരിക്കുവാനായിട്ട്, ഒരു വിഗ്രഹത്തിലൂടെ ഒന്നും ദൈവത്തെ ഉണ്ടാക്കി വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുകയാണ്. അത് വലിയൊരു വെളിപ്പാടാണ്. കർത്താവായ യേശുക്രിസ്തു നൽകിയ വലിയൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് ഒരു സ്ത്രീക്കാണ് കർത്താവ് നൽകിയത് എന്നതും ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്. ശമരിയക്കാരി സ്ത്രീക്കാണ് പറയുന്നത്, ശിഷ്യന്മാരോടല്ലല്ലോ അത് വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ മനുഷ്യന് സംഭവിച്ച വലിയ വീഴ്ചയെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുമ്പോൾ, മനുഷ്യവർഗത്തിന് സംഭവിച്ച വലിയ വീഴ്ച, അവരുടെ പാപം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവര് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കാതെ, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ആരാധിക്കാതെ, നന്ദി കാണിക്കാതെ, മഹത്വപ്പെടുത്താതെ, ദൈവത്തിന് പകരം സൃഷ്ട വസ്തുക്കളെ അവർ ആരാധിച്ചു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, തെറ്റെന്ന് പറയുന്നത്. അവരുടെ അധപ്പതനമാണ്. അവരുടെ അധപ്പതനത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളില്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതാണ് അക്ഷയനായ ദൈവത്തിന്റെ മഹത്വത്തെ എങ്ങനെയാണ് ഈ സൃഷ്ടജീവികളുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയുന്നത്? അത് ദൈവത്തെ അപമാനിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ദൈവത്തെ അവമാനിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോയുടെ കീഴെ ആരെങ്കിലും എന്തെങ്കിലും പേരൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം അത് ആ വ്യക്തിയെ അവമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ എന്തെങ്കിലുമൊക്കെ ബിംബമോ ചിത്രമോ ഉണ്ടാക്കി വെച്ചിട്ട് അത് ദൈവമാണെന്ന് പറയുന്നത് ദൈവത്തെ അപമാനിക്കുന്നതാണ്. ദൈവത്തിന്റെ തേജസ് അത് സൃഷ്ട വസ്തുക്കൾക്ക് കൈമാറുന്നതാണ്. അത് വലിയ അപരാധമാണ്. വീണ്ടും പറയുന്നത്, ദൈവത്തിന്റെ സത്യം 25-ാം വാക്യത്തിൽ, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമൻ. അതാണ് അവർ ആരാധിച്ചു. ആരെ? സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത്. സൃഷ്ടാവായ ദൈവമാണ് ആരാധന അറിയിക്കുന്നത്. എന്നാൽ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ദൈവം അവരെ കൈവിട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളില് അവരെ എന്ത് ചെയ്യിച്ചു?
അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം 3 പ്രാവശ്യം പറയാണ് ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു, ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കാത്ത, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത, ദൈവത്തോട് നന്ദി കാണിക്കാത്ത, ദൈവത്തിന് പകരം എന്തിനെങ്കിലുമൊക്കെ തങ്ങളുടെ മനോവികാരങ്ങൾ അനുസരിച്ച് ആരാധിക്കുന്ന മനുഷ്യനെ ദൈവം കൈവിടുകയാണ്. ദൈവം കൈവിട്ടതോടുകൂടി അവർ ഭയങ്കരമായ ധാർമ്മിക അധപ്പതനത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വലിയ ധാർമ്മിക അധപ്പതനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം കൈവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അതാണ് മനുഷ്യവർഗത്തിന് സംഭവിച്ച വലിയ തെറ്റ് എന്ന് പറയുന്നത്, അപജയം എന്ന് പറയുന്നത്. ഇന്നും അങ്ങനെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവത്തെ തെറ്റായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് പാടില്ല, ദൈവത്തെ തെറ്റായ രീതിയിൽ ആരാധിക്കുവാനായിട്ടും പാടില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. അത് ദൈവവചനപ്രകാരം ആണ്. സത്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പെടുത്തിയ വചനപ്രകാരമാണ്. ആത്മാവിലും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, അല്ലെങ്കിൽ ആത്മീയമായ ഒരു തലത്തിൽ, ഭൗതികമായ ഏതെങ്കിലും ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഒന്നും അകമ്പടിയോടെ അല്ല. അതൊന്നും അല്ല ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ആരാധനയാണെങ്കിലും, നമ്മളുടെ ആരാധന നമുക്കറിയാം നമ്മൾ ദൈവവചനപ്രകാരമാണ്. എങ്കിലും ഈ ആരാധന വെറും ഒരു ആചാരമായിട്ട് താഴ്ന്നു പോകാനായിട്ട് പാടില്ല. അതല്ല ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ആരാധനയെ ഏതെങ്കിലും മാനുഷികമായിട്ടുള്ള രീതിയിലൊക്കെ കൊഴുപ്പിക്കുവാനായിട്ട്, ആരാധനയിൽ ഗാനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണെങ്കിലും അതിനൊക്കെ ആരാധനയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ആളുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് സംഗീതത്തിന്റെയോ വാദ്യഘോഷങ്ങളുടെയോ ഒക്കെ ആളുകളെ ഒന്ന് ഇളക്കി മറിക്കാൻ അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാനായിട്ട് ആരാധനയ്ക്കൊരു എന്താ പറയാ, ഒരു ഊർജം വരട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ വേണം. എന്നാൽ അതിന്റെ ഒരു തെറ്റായ വശത്തേക്ക് പോകാതെ, അതായത് ആ ആരാധനയുടെ യഥാർത്ഥ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിനാണ് മഹത്വം, ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മുടെ ആരാധനാ യോഗങ്ങളിലോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലോ ദൈവത്തിന് മാത്രം അർഹിക്കുന്നതായിട്ടുള്ള മഹത്വം മറ്റാർക്കെങ്കിലും പോകാതെ, മറ്റാരും എടുക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. ഒരുപക്ഷെ ലീഡ് ചെയ്യുന്ന ആളോ പാട്ട് നയിക്കുന്ന ആളോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പ്രസംഗകരോ ഒന്നും, അവരല്ല മഹത്വം. ദൈവത്തിന് മാത്രമാണ് മഹത്വം എന്ന് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം. രണ്ടാമത് ഞാൻ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കൽപ്പനയുടെ വ്യാപ്തിയെ സംബന്ധിച്ചാണ്. വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഈ കൽപ്പനയുടെ മറ്റൊരു അർത്ഥതലം നമ്മൾ കാണാതെ പോകുവാനായിട്ട് പാടില്ല. അതായത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു. ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രതിമ, അല്ലെങ്കിൽ കല്ലിലോ മരത്തിലോ എന്തിലേലും ഉണ്ടാക്കിയ ഒരു പ്രതിമയോ ഒരു രൂപമോ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്നത് മാത്രമാണ് വിഗ്രഹാരാധന എന്ന് നമ്മൾ ചിന്തിച്ചു പോകുവാനായിട്ട് പാടില്ല. വിഗ്രഹാരാധനയ്ക്ക് വളരെ വളരെ വഞ്ചനാപരമായ ഒരു വശമുണ്ട്. വഞ്ചനാപരം എന്ന് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു സൈഡുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഗ്രഹത്തിന്റെ സേവയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് നമ്മൾ വഴുതി വീഴുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളൊന്നും അങ്ങനെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി തൊഴുകയോ തിരികത്തിക്കുകയോ അല്ലെങ്കിൽ വിഗ്രഹത്തെ സേവിക്കാനായിട്ട് പോവുകയൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ഭോഷത്വത്തെ കുറിച്ച് നമുക്ക് നല്ല തിരിച്ചറിവ് വന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും അത് അറിയില്ലാത്ത ഒത്തിരി ആളുകൾ ഉണ്ടെന്നുള്ള വേറൊരു വശം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സത്യം അറിഞ്ഞവരായ ആളുകൾക്ക് പോലും സംഭവിക്കാവുന്ന വിഗ്രഹാരാധനയുടെ വശങ്ങളുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമോ മഹത്വമോ സ്നേഹമോ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള സമയമോ വേറെ എന്തിനെങ്കിലും കൊടുത്താൽ അത് ഫലത്തിൽ ഒരു വിഗ്രഹമായിട്ട് മാറുകയാണ്, ഒരു വിഗ്രഹമായിട്ടും മാറുകയാണ്. ഇങ്ങനെ പറയാറുണ്ട്, ആൻ ഐഡൽ ഈസ് എനിത്തിങ് that absorbs
our heart and imagination more than God. ദൈവത്തെക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ച് കളയുന്ന അല്ലെങ്കിൽ വശീകരിച്ച് കളയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളുടെ ഭാവനയെയും ചിന്തയെയും നമ്മുടെ ഹൃദയത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു വിഗ്രഹമായിട്ട് മാറും എന്നുള്ളതാണ്. കാരണം ദൈവം പറയുന്നുണ്ട്, ദൈവം അസൂയാലുവായ തീഷ്ണതയുള്ള ദൈവമാണ്. അങ്ങനെയാണ്, തീഷ്ണതയുള്ള ദൈവമാണ്. നമ്മളുടെ പിന്നെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഐ എം എ ജലസ് ഗോഡ് എന്നാണ്. ഐ എം എ ജലസ് ഗോഡ്. ദൈവം അങ്ങനെയാണ്. POC വേർഷനില് എനിക്ക് തോന്നുന്നു അസഹിഷ്ണുവായ ദൈവമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം മറ്റെന്തെങ്കിലും കൊടുത്ത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ എന്തെങ്കിലും കൊടുക്കുന്നത് അത് ദൈവത്തിന് സഹിക്കാനായിട്ട് സാധിക്കില്ല. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. ഐ എം എ ജലസ് ഗോഡ് എന്നാണ് ദൈവം പറയുന്നത്. കാരണം ദൈവം പറഞ്ഞല്ലോ, ദൈവം പറഞ്ഞു, അവരോട് തന്നെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചു. പിന്നെ പുതിയ നിയമത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് കൽപ്പനകളുടെ സാരമായിട്ട് പറഞ്ഞപ്പോഴും കർത്താവ് അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളുടെ ജീവിതത്തില് പ്രഥമ സ്ഥാനമാണ്, മുൻഗണനയാണ്. ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് നിസ്തുല്യമായിട്ടുള്ള സ്ഥാനമാണ്. ആ ഒരു സ്ഥാനം വേറെ ഒന്നിനും കൊടുക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. നമ്മുടെ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തില് ഉപവിഷ്ടനായിരിക്കേണ്ടത് ദൈവമാണ്, കർത്താവാണ്. അതല്ലാണ്ട് മറ്റാരെയും അവിടെ ഇരുത്തുവാനായിട്ട്, മറ്റേതെങ്കിലും വസ്തുവിനെ അവിടെ പ്രതിഷ്ഠിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ അത് വിഗ്രഹാരാധന ആയിട്ട് വരികയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. വിഗ്രഹാരാധനകളിലേക്ക് പോകാം. ഒരുപക്ഷെ നമ്മൾ അറിയാതെ അങ്ങനെയൊക്കെ ഉള്ള വിഗ്രഹങ്ങളെ നമ്മൾ സേവിക്കുന്ന ആളുകളായിട്ട് ഇരിക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് പറയുന്നത്, ഈ സ്വയം ഒരു വിഗ്രഹമായിട്ട് തീരാം. സ്വയം അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറയും ഐഡലൈസേഷൻ ഓഫ് സെൽഫ്. ഈ സ്വയത്തെ ഒരു വിഗ്രഹമായിട്ട് അങ്ങ് തീർക്കുകയാണ്. ഒത്തിരി ആളുകൾ അവരുടെ മുൻഗണന എന്ന് പറയുന്നത് സ്വയത്തിനാണ്. അവരറിഞ്ഞിട്ടാണോ അറിയാതെയാണെങ്കിലും സ്വയത്തിന്റെ താല്പര്യങ്ങളും സ്വയത്തിന്റെ ഇഷ്ടങ്ങളും സ്വയത്തെ ഉയർത്താനായിട്ടുള്ള പരിശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവർ സ്വയത്തിൽ അങ്ങനെ പ്രശംസിക്കുന്നവരാണ്, സ്വയത്തെ ഉയർത്തി കാണിക്കുന്നവരാണ്. ഏതൊരു കാര്യത്തിനും സ്വയം മഹത്വം എടുക്കാനായിട്ട് അല്ലെങ്കിൽ മഹത്വം ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ പ്രശംസിക്കാനായിട്ട് അനുവാദമില്ല. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. നമുക്ക് എന്താ പ്രശംസിക്കാനായിട്ടുള്ളത്? മനുഷ്യന് എന്തുള്ളൂ? അവന് വെറും ആവിയല്ലോ എന്നൊക്കെയാണ് യാക്കോബിൽ പറയുന്നത്. വെറും ആവിയായിരിക്കുന്ന മനുഷ്യന് പ്രശംസിക്കാനായിട്ട് എന്താ ഉള്ളത്? അവന്റെ നേട്ടങ്ങളെ കുറിച്ചോ കഴിവിനെ കുറിച്ചോ അവന്റെ ബുദ്ധി സാമർഥ്യത്തെ കുറിച്ചോ എന്തിനെ കുറിച്ചോ അവൻ പ്രശംസിക്കാനായിട്ടുള്ളത്? അത് ഭയങ്കര ദോഷത്വമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഐഡലൈസേഷൻ ഓഫ് സെൽഫ് അതൊരു വിഗ്രഹാരാധനയായിട്ട് മാറാം. സ്വയത്തെ എങ്ങനെ വലിയ എന്തോ ആണ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ മനുഷ്യൻ ചിന്തിച്ച് വശായി അങ്ങനെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് എന്താന്ന് ചോദിച്ചാൽ പണം ഒരു വിഗ്രഹമായിട്ട് മാറും. പണം, ഐഡലൈസേഷൻ ഓഫ് മണി. അങ്ങനെയാണല്ലോ പറയുന്നത്. ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞത് വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം എന്നാ പറയുന്നത്. അത് ഒഴിഞ്ഞിരിക്കാനായിട്ടാ പറയുന്നത്. ദൈവനം വിട്ട് ഓടാനായിട്ടാ കൽപ്പിച്ചിരിക്കുന്നത്, വിട്ടോടാനായിട്ട്. അപ്പൊ ഒത്തിരി ആളുകൾ അവരുടെ ജീവിതത്തിലെ പണത്തിന്, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പണത്തിന് കൊടുക്കുകയാണ്. പണത്തിന് അവര് ജീവിക്കുന്നതും അവരധ്വാനിക്കുന്നതും അവർ ചിന്തിക്കുന്നതും എല്ലാം പണത്തെ കുറിച്ചാണ്. എങ്ങനെ പണം ഉണ്ടാക്കുക, എങ്ങനെ പണം കൂട്ടാം ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെ വായിച്ചു, ഏതൊരു കോടീശ്വരനോട് ആരാണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് കോടിക്കണക്കിന് ഡോളർ ബാങ്ക് അക്കൗണ്ടിലുള്ള അത്ര ആസ്തിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഏത് നിമിഷത്തിലാണെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 രൂപയും കൂടെ കൂടുതൽ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ എത്ര ധനവാനാണെങ്കിലും അവന്റെ ഈ ധനത്തോടുള്ള ഈ ആർത്തി അങ്ങ് മാറിപ്പോകുന്നില്ല. അതിലാണ് അവന് പല ആളുകളും മനസ്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതേക്കുറിച്ച് ദൈവനും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലതും നമുക്ക് ഔദാര്യമായിട്ട് അനുഭവിക്കാനായിട്ട് തരുന്ന ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്.
അപ്പൊ പണത്തിൽ ആശ്രയിച്ച് പണത്തിൽ മനസ്സിൽ വെച്ച് പണത്തെ ഒരു വിഗ്രഹമായിട്ട് കണ്ട് സേവിക്കുന്ന ആളുകളുണ്ട്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതൊരു വിഗ്രഹമായിട്ട് മാറാം. പണം എന്ന് പറയുന്ന ഒരു വിഗ്രഹമായിട്ട് മാറാം. നമ്മൾ പരിശോധിച്ച് നോക്കണം, ദ്രവ്യാഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പണത്തോടുള്ള നമ്മളുടെ സമീപനം എങ്ങനെയാണ്? മനുഷ്യന് പണത്തോടുള്ള മനുഷ്യന്റെ സമീപനം അല്ലെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡ് അത് അവന്റെ ആത്മീയതയുടെ ഒരു പ്രതിഫലനമാണ് എന്ന് പറയാറുണ്ട്. ഒരു മനുഷ്യൻ പണത്തോടുള്ള അവന്റെ മനോഭാവം എങ്ങനെയാണ്, പണത്തെ എങ്ങനെയാണ് അവൻ കാണുന്നത്, അത് അവന്റെ ആത്മീയ വളർച്ചയുടെയും ആത്മീയതയുടെ ഒക്കെ ഒരു നിലവാരത്തിന്റെ ഒക്കെ ഒരു പ്രതിഫലനമാണ്. അത് ഓർക്കണം. പിന്നെ ചില ആളുകൾക്ക് സംഭവിക്കാൻ എന്നാന്ന് ചോദിച്ചാൽ, അവര് വ്യക്തികളെ ചില വിഗ്രഹങ്ങളായിട്ട് വെച്ചിരിക്കുകയാണ്. വ്യക്തികളെ ആരാധനാ മൂർത്തികളായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് പറയും ഐഡോളൈസേഷൻ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പേഴ്സൺസ്. ചില വ്യക്തികളെ, ആളുകളെ ഒക്കെ ഒരു വിഗ്രഹങ്ങളായിട്ട് കാണുകയാണ്. അതിപ്പം ചിലപ്പോൾ ഈ വ്യക്തികൾ മോശം ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല, നല്ല ആളുകളായിരിക്കാം, ചിലപ്പോൾ നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അങ്ങനെയാണ് എങ്കിൽ പോലും അവരെ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിക്കാനും ആരാധിക്കാനും ഒന്നും യാതൊരു വിധത്തിലുള്ള അനുവാദവും ഇല്ല. ഈ സിനിമാ താരങ്ങളെ ഒക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിലായിരിക്കും. ആരാധകരുടെ കൂട്ടം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവരുടെ ആരാധകരെല്ലാം കൂടെ ഫാൻസ്, ഓരോ സിനിമാ നടന്മാർക്കൊക്കെ അവരുടെ ഫാൻസ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അവരെ മലയാളത്തിലൊക്കെ ആരാധകർ എന്നാണല്ലോ പറയുന്നത്. ആരാധകർ അവരെ വളഞ്ഞു, ആരാധകരുടെ അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആളുകളെ ബഹുമാനിക്കണം. കർത്താവിന്റെ ദാസന്മാരാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കുകയും അവരെ അർഹിക്കുന്ന രീതിയിൽ അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ അതൊരിക്കലും അതിന്റെ പരിധി വിട്ടു പോകുവാനായിട്ട് പാടില്ല. കർത്താവിന് കൊടുക്കേണ്ടതായിട്ടുള്ള മഹത്വമോ സ്നേഹമോ ആരാധനയോ വേറെ ആരും കവരുവാനായിട്ട് പാടില്ല. ഗ്രീക്കുകാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഹീറോ വർഷിപ്പ്, വലിയ ഹീറോസിനെയാണ് അവര് ആരാധ്യ പുരുഷന്മാരായിട്ട് കണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസ് അങ്ങനെ കൊരിന്ത്യയിലെ സഭയില് ആളുകൾ പക്ഷം പിടിച്ചപ്പം പൗലോസ് ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? പൗലോസ് വല്ലവരുമാണോ? അപ്പൊല്ലോസ് വല്ലവരുമാണോ? വേറെ വല്ലവരാ? പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ. പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവം. ആ ഒരു ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിൽ വേണം. വ്യക്തികളെ നമ്മൾ വിഗ്രഹവൽക്കരിക്കുവാനായിട്ട് പാടില്ല. അത് ആരും ആകാം. ചിലപ്പം ചില ആളുകൾക്ക് അവരുടെ ജീവിത പങ്കാളികളായിരിക്കാം, ചില ആളുകൾക്ക് മക്കളായിരിക്കാം, ചിലർക്ക് നേതാക്കന്മാരായിരിക്കാം, ചിലർക്ക് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. വ്യക്തികളെ വിഗ്രഹങ്ങളാക്കി വെക്കരുത്. അത് ഒരു തരം വിഗ്രഹാരാധനയാണ്. ഇനിയും മറ്റു ചില ആളുകൾക്ക് എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അറിവായിരിക്കും, അറിവിനെ വിഗ്രഹങ്ങളാക്കുന്ന ആളുകളുണ്ട്. അതിനെങ്ങനെ പറയുന്നത്? ഐഡോളൈസേഷൻ ഓഫ് നോളജ്. അറിവിനെ എന്തോ വലിയ സംഭവമായിട്ടാണ്. അറിവ് നല്ലതാണ്, വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് പിന്നെ അതിന് എന്തോ ഒരു സ്ഥാനം കൊടുത്തിട്ട് അത് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുവാനായിട്ട് പാടില്ല. അറിവ് അല്ലെങ്കിൽ ഫിലോസഫി, തത്വശാസ്ത്രത്തെ ഒക്കെ എന്തോ വലിയ ഇതായിട്ട് മഹത്വവൽക്കരിച്ച് കാണുന്ന ആളുകളുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. 1-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ദുരുപദേശമുണ്ട്, നോസ്റ്റിസിസം എന്ന് പറയുന്നത്, ജ്ഞാനവാദം. അപ്പൊ അവരൊക്കെ അത് എന്തോ വലിയ അറിവ് നേടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിവ് അല്ലെങ്കിൽ ശാസ്ത്രം അതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളുകളാണ്. ടെക്നോളജിയെ, സാങ്കേതിക വിദ്യയെ വിഗ്രഹങ്ങളാക്കി വെക്കാനായിട്ട് സാധ്യതയുണ്ട്. ഐഡിയലൈസേഷൻ ഓഫ് ടെക്നോളജി. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സാങ്കേതിക വിദ്യയുടെ വലിയ ഡെവലപ്മെന്റ് നടന്നായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഗുണഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഈ സാങ്കേതിക വിദ്യ, ടെക്നോളജി എന്തോ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നിനും കൊടുക്കാനായിട്ട് പാടില്ല. അതിന്റെ ഫലമായിട്ടുള്ള ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ, മൊബൈൽ ഫോണും ഒക്കെ. ഈ മൊബൈൽ ഫോണൊക്കെ ഒരു വിഗ്രഹമായിട്ട് മാറിയിരിക്കുന്ന കാലമാണ്. കാരണം എന്താ വെച്ചാൽ, നേരം വെളുത്തെണീക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് മൊബൈൽ ഫോൺ, ആദ്യം ചെക്ക് ചെയ്യുന്നത് ഫോണ്, ഉറക്കുന്നത് വരെ എത്ര മണിക്കൂർ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. കിടക്കുന്നതിന് മുമ്പും ഉണരുന്നത് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട്, കിടക്കുന്നത് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട്. അതിനും ഒരു തരത്തിൽ ഒരു വിഗ്രഹമായിട്ടല്ലേ മാറുന്നത്. നമ്മൾ പലപ്പോഴും പറയും, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സമയം തികയുന്നില്ല, ബൈബിൾ വായിക്കാൻ സമയം തികയുന്നില്ല, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് സമയം തികയുന്നില്ല എന്ന് പറയും. പക്ഷെ എത്ര മാത്രം സമയം നമ്മൾ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അത് ഒക്കെ
ഒരു തരം വിഗ്രഹമായിട്ട് മാറാനായിട്ട് പാടില്ല. കർത്താവിന് കൊടുക്കേണ്ടതായിട്ടുള്ള മുൻഗണനയും സമയവും സ്നേഹവും കർത്താവിന് കൊടുക്കേണ്ടതായിട്ടുള്ള സ്ഥാനവും മറ്റെന്തെങ്കിലും, അത് വ്യക്തികളാകട്ടെ വസ്തുക്കളാകട്ടെ, അത് കവർന്നാൽ അത് വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ്. അത് കഴിവാകാം, ജോലിയാകാം, അങ്ങനെ വേറെ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം. മനുഷ്യന്റെ ഹൃദയം വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണെന്നാണ് ജോൺ കാൽവിൻ പറഞ്ഞത്. ഹ്യൂമൻ ഹാർട്ട് ഈസ് ആൻ ഐഡൽ മേക്കിംഗ് ഫാക്ടറി എന്ന് അദ്ദേഹം പറഞ്ഞു. ഹ്യൂമൻ ഹാർട്ട് ഈസ് ആൻ ഐഡൽ മേക്കിംഗ് ഫാക്ടറി. മനുഷ്യ ഹൃദയം വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്ന വിഗ്രഹങ്ങളുടെ ഒരു നിർമ്മാണശാലയാണ്. ശരിയാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തെല്ലാം വിഗ്രഹങ്ങളെ ആയിരിക്കും മനുഷ്യൻ ഉണ്ടാക്കിവിടുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പരിശോധിക്കാം. 2-ാമത്തെ പ്രമാണം, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ അതിന് അങ്ങനെ ഒരു തലവും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കേവലം ഏതെങ്കിലും ഒരു ബിംബത്തിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ നമസ്കരിക്കുന്നൊന്നുമില്ല, അതൊക്കെ ഭോഷത്വമാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ദ്രവ്യാഗ്രഹവും നമ്മൾ സൂക്ഷിക്കുകയാണ്. അതൊരു വിഗ്രഹാരാധനയാണ്. നാം നമ്മെ തന്നെ സ്വയത്തെ വല്ലാതെ ഉയർത്തുന്നവരാണെങ്കിൽ, വല്ലാതെ ഈഗോ കാണിക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു വിഗ്രഹാരാധനയാണ്. ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾക്ക്, ടെക്നോളജിക്ക്, അങ്ങനെ ഒന്നിനും വരാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹവും സമർപ്പണവും അത് മാറിപ്പോകുന്നുണ്ടോ? നമ്മുടെ മുൻഗണനകൾ മാറിപ്പോകുന്നുണ്ടോ? ദൈവത്തിന് പകരം മറ്റാരെയെങ്കിലും മറ്റെന്തിനെയെങ്കിലും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ടോ? നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ആലോചിക്കുന്നതും ഒക്കെ എന്ത് കാര്യത്തെക്കുറിച്ചാണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കുവാനായിട്ടും കൂടെ ഈ സമയമെടുക്കുന്നത് നല്ലതാണ്. 3-ാമതായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് യഥാർത്ഥ പ്രതിമ എന്നതിനെ സംബന്ധിച്ച്. എന്താണ് യഥാർത്ഥ പ്രതിമ? ഒരു പ്രതിമ ഉണ്ടാക്കരുതെന്നാണല്ലോ ദൈവം കൽപ്പിച്ചത്. അപ്പം അങ്ങനെ ദൈവത്തിനൊരു പ്രതിമ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്, ആരാണ്? അതേ സംബന്ധിച്ചാണ് 2 കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണ്. അതാണ്, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. ഒത്തിരി വാക്യങ്ങളുണ്ട്. സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിയെക്കുറിച്ചുള്ള ആലോചന നടത്തുമ്പോൾ തന്നെ പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ നിർമ്മിക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയണം, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, അങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ. ഉൽപ്പത്തി 9-6 ജലപ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ കൊല്ലാനായിട്ട് അനുവാദമില്ല. മനുഷ്യന്റെ രക്തം ആരെങ്കിലും ചിന്തിയാൽ അവന്റെ രക്തം മനുഷ്യൻ ചിന്തിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണ്. അങ്ങനെ മനുഷ്യനെ കുറിച്ച് പറയാറുണ്ട്, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണ്. മനുഷ്യനില് ദൈവസ്വരൂപമുണ്ട്. മനുഷ്യനിലുള്ള ദൈവസ്വരൂപത്തെ കുറിച്ച് ഇങ്ങനെ ലത്തീൻ ഭാഷയിൽ പറയുന്നത് ഇമാഗോ ദൈ, ദൈവത്തിന്റെ സ്വരൂപം, ഇത് ഇമേജ് ഓഫ് ഗോഡ്. അപ്പൊ മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണ്, ഇമേജ് ബെയറാണ്. വാസ്തവത്തിൽ മനുഷ്യന് വിലയും നിലയും ഒക്കെ നൽകുന്നത് എന്താണ്? മനുഷ്യന് വിലയും നിലയും അന്തസ്സും ഒക്കെ നൽകുന്നത് ഈ സത്യമാണ്. എന്താണ്? മനുഷ്യൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതാണ് മനുഷ്യജീവന് വില നൽകുന്നത്. മനുഷ്യനെ കൊല്ലരുതെന്നുള്ള കൽപ്പന മനുഷ്യനെ കൊല്ലരുതെന്നാണ്. ദൈവം പറഞ്ഞു, മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒന്ന് ഭക്ഷിക്കാം, മാംസം തിന്നാനായിട്ടുള്ള അനുവാദമൊക്കെ ദൈവം കൊടുത്തു. പക്ഷെ മനുഷ്യന്റെ രക്തം ചിന്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. കാരണം മൃഗങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതാണ് അവന് വാല്യൂ നൽകുന്നത്, അവന്റെ ജീവിതത്തിന് അന്തസ്സ് നൽകുന്നത്, ഡിഗ്നിറ്റി നൽകുന്നത് ആ കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കണം, അല്ലെ? മനുഷ്യനെ
ബഹുമാനിക്കണം. ഇങ്ങനെ പറയാറുണ്ട്, ഹ്യൂമൻ ബീങ്സ് ആർ ലിവിങ് ഇമേജസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഹ്യൂമൻ ബീങ്സ് ആർ ലിവിങ് ഇമേജസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവസ്വരൂപം വഹിക്കുന്ന മനുഷ്യൻ എന്തെങ്കിലും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമിക്കുന്നത് വാസ്തവത്തിൽ അവന്റെ അന്തസ്സിന് ചേരുന്ന ഒരു കാര്യമല്ല. കാരണം മനുഷ്യനിൽ തന്നെ ദൈവസ്വരൂപമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ദൈവപ്രതിമയാണ്, ദൈവത്തിന്റെ സ്വരൂപം വഹിക്കുന്നവനാണ്. അങ്ങനെ ദൈവസ്വരൂപം വഹിക്കുന്നവനായിട്ടുള്ള മനുഷ്യൻ അവൻ ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ പോയിട്ട് വണങ്ങുകയും അതിനെ സേവിക്കുകയും ചെയ്യുന്ന എത്ര അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനായിട്ട് പാടില്ല. മനുഷ്യൻ ദൈവസ്വരൂപം വഹിക്കുന്നവനാണ്. മനുഷ്യജീവൻ വിലയേറിയതാണ്. മനുഷ്യജീവൻ നമ്മൾ സംരക്ഷിക്കണം. മനുഷ്യരെ നമ്മൾ ആ നിലയിൽ ബഹുമാനിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്, നിസ്തുല്യതയുണ്ട്. കാരണം ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യരെ നമ്മൾ അവരുടെ വർഗവർണ്ണ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലോ സമൂഹത്തിലെ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും നമ്മൾ അവഗണിക്കുവാനായിട്ട്, വിവേചനം കാണിക്കുവാനായിട്ട് പാടില്ല. മനുഷ്യൻ ദൈവസ്വരൂപം വഹിക്കുന്നവനാണ്. മറ്റൊരു കാര്യം, യഥാർത്ഥ പ്രതിമയെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിമ. യേശുക്രിസ്തുവാണ്. അപ്പം ഒത്തിരി വാക്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു അദൃശ്യനായ ദൃശ്യനായി തീർന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അദൃശ്യനായ ദൈവം ദൃശ്യനായി തീർന്നത് യേശുക്രിസ്തുവിലാണ്. കൊലോസ് ലേഖനം 1:15 വാക്യം നമുക്ക് അറിയാലോ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു എന്നാണ്. യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. എബ്രായ ലേഖനം 1 വാക്യത്തില് അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ആകുന്നു. അങ്ങനെയാണ്, തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. ഇംഗ്ലീഷിലാണെങ്കിൽ ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ ആണ്. ദി എക്സ്പ്രസ് ഇമേജ്. ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കൊരിന്ത്യലേഖനത്തിൽ 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ. അപ്പൊ യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്. ദൈവത്തിന്റെ ഒരു പ്രതിമയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവാണ്, സാക്ഷാൽ ദൈവത്തിന്റെ പ്രതിമ. അല്ലെങ്കിൽ ദൈവം അദൃശ്യനാണ്, ആത്മാവാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ല, കാണാനായിട്ട് കഴിയുകയില്ല. ദൈവം അത്ര തേജോമയനായിട്ടുള്ള ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ സാക്ഷാൽ ദൈവത്തിന്റെ ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരെങ്കിലും കാണണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടാൽ മതി. മനുഷ്യന് വലിയ ആഗ്രഹമാണല്ലോ ദൈവത്തെ കാണണം. ഒരുപക്ഷെ ദൈവത്തെ കാണണം, കണ്ടാരാധിക്കണം എന്നൊക്കെയുള്ള മനുഷ്യന്റെ അഭിവാഞ്ചയുടെ ഫലമായിട്ടായിരിക്കും ഈ വിഗ്രഹ നിർമ്മാണത്തിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നത് ആയിരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ നിർബന്ധമാണെങ്കിൽ, ഒരു പ്രതിമ കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ ദൈവം പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കണം. യേശുക്രിസ്തു പറഞ്ഞു. അത് അങ്ങനെയാണല്ലോ പറയുന്നത്, അല്ലെ? അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പം അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായിട്ടുള്ള പ്രതിമയാണ് കർത്താവായ യേശുക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി ട്രൂ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. പക്ഷെ യേശുക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തെ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആരെങ്കിലും വരച്ചു വെച്ചിരിക്കുന്ന ചിത്രം നോക്കിയിട്ടൊന്നും അല്ല. ഈ ചിത്രങ്ങളൊക്കെ മധ്യകാലഘട്ടത്തിലൊക്കെ കലാകാരന്മാർ വരച്ചാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പ് ആരെങ്കിലും വരച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിത്രം നോക്കിയിട്ടല്ല. മൈക്കൽ ആഞ്ചലോയുടെയോ ഡാവിഞ്ചിയുടെയോ ഒന്നും പെയിന്റിങ് നോക്കിയിട്ടല്ല യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. ദൈവവചനത്തില് സുവിശേഷങ്ങളിലൊന്നും യേശുക്രിസ്തുവിന്റെ ശാരീരിക സ്ഥിതിയെ കുറിച്ചുള്ള വിവരണങ്ങളൊന്നും നൽകിയിട്ടില്ല. അതൊരു നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. കാരണം 4 സുവിശേഷന്മാർ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം പുനരുദ്ധാനം വരെയുള്ള സംഭവങ്ങൾ വിശദീകരിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ശാരീരികമായിട്ടുള്ള അപ്പിയറൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവരണവും നൽകിയിട്ടില്ല. യേശുക്രിസ്തുവിന് എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നെന്നോ, യേശുവിന്റെ കളർ എന്തായിരുന്നെന്നോ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും നൽകിയിട്ടില്ല.
വചനത്തിന്റെ താളുകളിൽ. പക്ഷെ യേശുക്രിസ്തുവിനെ അവർ നമുക്ക് വരച്ച് നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത് വചനത്തിലൂടെയാണ്. അല്ലെ? ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ഒരു ചിത്രം എന്താണ്? യേശുക്രിസ്തുവിനെ നമ്മൾ ശരിയായ രീതിയിൽ ദർശിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ അറിയുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് കാണുന്നത്, ദൈവത്തെയാണ് അറിയുന്നത്. യേശുക്രിസ്തുവിനെ നമ്മൾ സുവിശേഷങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, സ്നേഹിക്കുന്ന ഒരു ദൈവം, ക്ഷമിക്കുന്ന ഒരു ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ശക്തികളുടെ മേലൊക്കെ അധികാരമുള്ളവനായിട്ടുള്ള ദൈവം, പാപത്തിനെതിരെ കാപട്യത്തിനെതിരെ കോപിക്കുന്നവനായ ഒരു ദൈവം, എന്നാൽ പാപിയെ രക്ഷിക്കുന്ന ഒരു ദൈവം, മനുഷ്യരുടെ ദുഃഖങ്ങളിലൊക്കെ പങ്കാളിയാകുന്ന ഒരു ദൈവം, മനുഷ്യരോടുകൂടി സഹതപിക്കുന്നവനായ ഒരു ദൈവം, മരണത്തിന്റെ മേൽ അധികാരമുള്ള, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഒരു ദൈവം. കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ദൈവത്തെ ഇന്ന് കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രതിമയൊന്നുമില്ല. സാക്ഷാൽ ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തു. യേശുക്രിസ്തുവിലേക്ക് മനുഷ്യൻ വരുമ്പോൾ, യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ ആകുമ്പോൾ ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയാണ്. അനുഭവ തലത്തിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഇറ്റലിയിലെ ഒരു പള്ളിയില് അതിമനോഹരമായിട്ടുള്ള സീലിംഗ്, പള്ളിയുടെ സീലിംഗിൽ പെയിന്റിങ് ഉള്ളതായിട്ട് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നു. ആൻഡ്രിയ പോസോ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഒരു പെയിന്റിംഗ് ആണ്. വളരെ അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്നാണ് പറയുന്നത്. ഒരു മാസ്റ്റർ പീസാണ്. അപ്പൊ ആ പള്ളിയുടെ സീലിംഗിലുള്ള അതിമനോഹരമായിട്ടുള്ള, മനോഹരം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വളരെ ഉന്നതമായ ലെവലിലുള്ള ഒരു ആർട്ട് വർക്കാണെന്നാണ് പറയുന്നത്. അത് അനേകം ആളുകള് അത് കാണാനായിട്ട് അങ്ങനെ വരാറുണ്ട്. പ്രത്യേകിച്ച് കലാപ്രേമികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് അവരിങ്ങനെ ദീർഘനേരം ഇതിങ്ങനെ നോക്കും, അതിന്റെ ഓരോ വിശദാംശങ്ങൾ മനസ്സിലാക്കാനായിട്ട്, പഠിക്കാനായിട്ടൊക്കെ. അപ്പൊ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിങ്ങനെ മുകളിലോട്ട് നോക്കി ഇന്ന് കുറെ കഴിയുമ്പോൾ അവരുടെ കഴുത്ത് വേദനിക്കാനായിട്ട് തോന്നും. ഭയങ്കര സ്ട്രെയിനാണ്. അപ്പം അവർ ചെയ്തതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പള്ളിയുടെ ഫ്ലോറില് വലിയൊരു കണ്ണാടി അവർ സ്ഥാപിച്ചു, ഒരു പ്രത്യേക ആംഗിളില്. ഇനി മുതൽ വരുന്നവരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കി അവരിങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ചിത്രത്തെ നോക്കുവാൻ, കാണുവാൻ, അതിനെ ആസ്വദിക്കുവാൻ, അതിനെ വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ താഴെ കണ്ണാടിയിലേക്ക് നോക്കിയാൽ മതി. ഈ കണ്ണാടി ആ ചിത്രത്തെ അങ്ങനെ പ്രതിഫലിപ്പിക്കുകയാണ്. അവർക്ക് അതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അദൃശ്യനായ, അക്ഷയനായ, മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത, കണ്ടിട്ടില്ലാത്തവനായിട്ടുള്ള ദൈവത്തെ ദൃശ്യമാക്കി തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ സാക്ഷാൽ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൽ വന്നവരായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു പദവിയാണ്, വലിയൊരു അവരുടെ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യൻ കൂടുതൽ ഉന്നതമായ ഒരു വിളിയാണ് അവന് ലഭിച്ചിരിക്കുന്നത്. എന്താണ്? ഈ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാനായിട്ടല്ലേ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പം ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. അങ്ങനെയാണ്. നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അങ്ങനെയാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്. നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിക്കപ്പെട്ടവരാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട് മുൻ നിയമിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്. എത്ര ഉന്നതമായ ഒരു വിളിയാണ്. അപ്പം ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിമ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ദൈവത്തെ കാണാൻ, മനസ്സിലാക്കുവാൻ, അനുഭവിക്കാനെല്ലാം സാധിക്കുന്നത്. യേശുക്രിസ്തുവിനെ കൂടാതെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനോ ദൈവത്തെ അനുഭവിച്ചറിയാനോ ഒന്നും ആർക്കും സാധിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ഓർക്കാം, മനുഷ്യൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യന് അവന്റെ ജീവന് വിലയുണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, വാല്യൂ ഉണ്ട്. അവന് നിസ്തുല്യനാണ്. മറ്റ് സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നതായിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവസ്വരൂപം വഹിക്കുന്നവനാണ് മനുഷ്യൻ എന്നുള്ള കാര്യമാണ്. അപ്പം രണ്ടാമത്തെ കൽപ്പന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. അതിന് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ദൈവത്തിന്റെ വചനം അത് നൽകിയിരിക്കുന്നത്. ആ കൽപ്പനയില് ദൈവം തീഷ്ണതയുള്ളവനായ അല്ലെങ്കിൽ അസഹിഷ്ണുവായ ഒരു ദൈവമാണ്. ദൈവത്തെ ദ്വേഷിക്കുന്നവരെ 3-4 തലമുറ വരെ ശിക്ഷിക്കും എന്ന് പറയുന്നത്. ദ്വേഷിക്കുക എന്ന് പറഞ്ഞാല്
ദൈവത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് ഏതെങ്കിലും വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നത് ദൈവത്തെ ദ്വേഷിക്കുന്നതായിട്ടാണ് ദൈവം കാണുന്നത്. ദൈവത്തെ ഹേറ്റ് ചെയ്യുന്നതായിട്ടാണ്. Those who hate me എന്നാണ്. അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ പോയ ദൈവത്തെ ദ്വേഷിക്കുന്നതിന് തുല്യമായിട്ട് ദൈവം കാണുന്നു. 3ഉം 4ഉം തലമുറ വരെ അതിന്റെ ശിക്ഷ ഉണ്ടാവും എന്നാണ് ദൈവം പറയുന്നത്. അപ്പം വിഗ്രഹാരാധന എന്ന് പറയുന്നത് തലമുറകളെ ബാധിക്കുന്ന ഒരു പാപമാണ്. വളരെ വളരെ ഗൗരവമായിട്ടുള്ള, തലമുറകളെ തന്നെ അധപ്പതനത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ശാപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പാപമാണ് വിഗ്രഹാരാധന. അത് എത്ര സൂക്ഷിച്ച് ഒഴിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ ജാഗ്രത പുലർത്തണം. പിന്നെ ദൈവം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരോട് 1000 തലമുറ വരെ കരുണ കാണിക്കും. ഒരു തരത്തിലും അത് പ്രൊപ്പോർഷൻ, 4 തലമുറ വരെയാണ് ശിക്ഷയെങ്കിൽ 1000 തലമുറ വരെ കരുണ കാണിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവവുമാണ്. അപ്പൊ ദൈവത്തെ ശരിയായ രീതിയിൽ ഭയപ്പെടുകയും ദൈവത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ആരാധിക്കുകയും ചെയ്യുന്നവരെ, ദൈവത്തെ മാനിക്കുന്ന, അവരുടെ സന്തതി പരമ്പരകളെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവമാണ്. അപ്പൊ ഈ 2ാമത്തെ കൽപ്പനയ്ക്ക് അങ്ങനെ ഒരു വശമുണ്ട്. അപ്പം നമുക്ക് ഈ കൽപ്പന അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പ്രായോഗികമായിട്ടുള്ള തലത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങളെ നമ്മളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? കേവലം ഏതെങ്കിലും വിഗ്രഹത്തിന് മുമ്പിൽ പോയി നമ്മൾ തിരികെത്തിക്കുന്നുണ്ടോ, സേവിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. അതല്ലാതെ വളരെ വഞ്ചനാപരമായ രീതിയിൽ ചില വിഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാം. അങ്ങനെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കുവാൻ, നമ്മളുടെ ദൈവത്തിന് ദൈവം അർഹിക്കുന്ന പൂർണ്ണമായ സ്നേഹവും സമയവും സമർപ്പണവും എല്ലാം നമുക്ക് കൊടുക്കാം. നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമായ ശരിയായ ഒരു ആരാധനയായിരിക്കട്ടെ, വേറെ ഏതെങ്കിലും രീതിയിലാകാതിരിക്കട്ടെ. ആ നിലകളിലെല്ലാം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം ഈ വചനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജോസൂട്ടി ബ്രദറിനുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ ദൈവവചനത്തിൽ നിന്നും കേൾക്കുകയായിരുന്നല്ലോ 2ാമത്തെ കൽപ്പനയായിരിക്കുന്ന വിഗ്രഹം ഉണ്ടാക്കുന്നതിനും വിഗ്രഹാരാധനയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ ഈ വിഗ്രഹാരാധനയെ കുറിച്ചുള്ള കൽപ്പന കേൾക്കുമ്പോൾ പൊതുവെ നമ്മളെ പോലെയുള്ള വിശ്വാസികളായിരിക്കുന്ന നമുക്കൊക്കെ പൊതുവെ ഉള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, ഇത് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഈ നമ്മുടെ മറ്റ് മതത്തിലുള്ള ആളുകളാണ് വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ്, അവരാണ് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന ചെയ്യുന്ന ആളുകൾ എന്നുള്ളൊരു ചിന്ത നമുക്ക് പൊതുവെ ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ജോസൂട്ടി സാറിലൂടെ കേട്ട ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളെയും ബാധിക്കുന്ന, നമ്മളും സ്ഥിരം തെറ്റിച്ച് കളയുന്ന ഒരു കൽപ്പനയായിട്ട് ഒരുപക്ഷെ ഇതിനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം എന്ന് പറയുന്നത്, വിഗ്രഹാരാധന എന്ന് പറയുന്നത് കേവലം ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ആരാധിക്കുന്നത് മാത്രമല്ല എന്നുള്ള കാര്യം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന വിഗ്രഹാരാധനയുടെ പ്രശ്നം എന്ന് പറയുന്നത്, സ്വയം വലിയ രീതിയിൽ കരുതുന്നതിനെ കുറിച്ച്, സ്വയത്തിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. പണം, പിന്നെ മറ്റു വ്യക്തികളായിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണെന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഒരുപക്ഷെ ഈ കാര്യത്തിൽ മിക്കപ്പോഴും തെറ്റിപ്പോകുന്ന ആളുകളാണ് പൊതുവെ നമ്മളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ. അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന എന്ന് പറയുന്ന പ്രശ്നം നമ്മളെയും ബാധിക്കുന്ന, നമുക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവത്തെ തെറ്റായിട്ട് ചിത്രീകരിക്കരുത് എന്നുള്ള കാര്യം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മളെ കേൾപ്പിച്ചല്ലോ. ദൈവത്തെ കണ്ട് ആരാധിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം മനുഷ്യന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് പൊതുവെ മനുഷ്യൻ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ അവസാനം കേട്ടതുപോലെ ദൈവത്തിന്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലോട്ട് നോക്കിയാൽ മതി എന്നുള്ള കാര്യം നമ്മളെ കേൾപ്പിച്ചു. യേശുക്രിസ്തുവിലൂടെയുള്ള യേശുക്രിസ്തുവിന്റെ സ്വഭാവം, അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ബോധ്യം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നമ്മളെ കേൾപ്പിച്ചല്ലോ. അത് മാത്രം മതി, യഥാർത്ഥത്തിൽ രൂപത്തിന് പ്രാധാന്യമില്ല എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഈ രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ച് കേൾക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ക്ലാസ് എടുത്ത ജോസൂട്ടി സഹോദരനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കേട്ട വചനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.